ഗാന്ധത്തിൻ്റെ കഥയുടെ ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഗാന്ധം വെച്ച് കളിക്കാത്തവരായിട്ട്, ചെറുപ്പത്തിൽ കളിക്കാത്തവരായിട്ട് ആരുമില്ല. എൻ്റെ കയ്യിലൊരു ഗാന്ധമുണ്ട്. ആ ഗാന്ധം വെച്ച് നമ്മൾ കുറച്ച് മണ്ണ് ശേഖരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ശേഖരിക്കും. ഈ ഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ഗാന്ധം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിലവിൽ കല്ലുകളിൽ നിന്ന് ഗാന്ധിക ബലം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഏത് മണ്ണിലാണെങ്കിലും നമുക്ക് ഗാന്ധികത നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് ആ ഗാന്ധം മണ്ണിൽ നമ്മൾ ശേഖരിക്കാം. അപ്പോൾ ഗാന്ധം കൊണ്ട് പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് കളികൾ ഗാന്ധത്തെ മറിച്ച് കൊണ്ടുപോകുന്നത്, രണ്ട് ഗാന്ധങ്ങൾ ആകർഷണം അടുപ്പിച്ച് വരുന്നത്, അതുപോലെ മണ്ണ് ശേഖരിക്കുന്നത്, ഒരുപാട് സംഭവങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ പലരും കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഗാന്ധത്തിൻ്റെ മണ്ണ് നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം. ഇതാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് സ്പീക്കർ. പഴയൊരു ഗാന്ധമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഗാന്ധം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊന്നും അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഓക്കെ, ഏതായാലും ശരി, ഗാന്ധം നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ മണ്ണിനും ഗാന്ധികത ഉണ്ടാവും. ഇപ്പം നമ്മൾ ചെടിയുടെ അടുത്ത് നോക്കുകയാണെങ്കിലും അതല്ല, ഇപ്പോൾ ഈ കറുത്ത മണ്ണ് ഇവിടെ കത്തിച്ച് കളഞ്ഞതാണ് അപ്പം ഇവിടെയൊക്കെ ആയിട്ട് ഗാന്ധികത ഉണ്ടാവും. അത് ഷുവറാണോ ഒക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെയൊക്കെ ഗാന്ധികത കുറവാണോ അല്ലെന്ന് അറിയില്ല, ആകർഷണം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പം എല്ലാത്തിനും ചെറിയൊരു ഗാന്ധികത എല്ലാ മണ്ണിലും ഉണ്ടാകുമെന്നാണ് പൊതുവേ. നല്ല കുറച്ച് അടിപൊളിയായിട്ടുള്ള ഗാന്ധിക ശക്തിയുള്ള മണ്ണാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഇരുമ്പ് നമുക്ക് ആകർഷണമായിട്ട് തോന്നുന്ന മണ്ണാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ശരിക്കും ആകർഷണം കിട്ടേണ്ടതാണ്. ഇവിടെ അത്ര അധികം ഒന്നും ആകർഷണം തോന്നുന്നില്ല എനിക്ക്. എന്നാലും കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഞാനത് വല്ല ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ശരലിൽ നിന്ന് ശേഖരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗാന്ധിക മണ്ണ് കിട്ടുന്നത്. ഒക്കെ നിങ്ങൾ കാണാൻ കഴിയും, ശരലിൽ നിന്ന് ശേഖരിച്ച മണ്ണാണിത്. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്തായിട്ടുണ്ട് ഗാന്ധിക ബലം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കുറച്ചധികം ഗാന്ധ മണ്ണ് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിലും കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഗാന്ധത്തിൻ്റെ പവർ എന്ന് പറയുകയാണെങ്കിൽ ആകർഷണമാണ്. ഓക്കെ, നമുക്ക് കാണാൻ കഴിയും എത്ര പെട്ടെന്നാണ് ഗാന്ധം എടുത്തു വരുന്ന സമയത്ത് തന്നെ ആകർഷണത്തിലേക്ക് എത്തുന്നത് ആ ഗാന്ധിക മണ്ണ് തന്നെ. അപ്പോൾ ഇതാണ് ഭൂമിയിലെ എല്ലായിടത്തും ഈ ഇരുമ്പ് എല്ലാത്തിനും ചെറിയൊരു ഗാന്ധികത നമുക്ക് ഉണ്ടെന്നും പറയുന്ന കേൾക്കുന്നല്ലാതെ നമ്മൾ ഇങ്ങനെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ പണ്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, നിങ്ങൾ കാണാം ഇതൊക്കെ ഗാന്ധിക മണ്ണാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരുമ്പ് ഉണ്ടാക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് തന്നെ ഈ ഒരു ഗാന്ധത്തെ പറ്റിയാണ്. ഈ മാഗ്നറ്റിൻ്റെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ മാഗ്നറ്റിൻ്റെ ചെറിയൊരു ചരിത്രമാണ് നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യരുത്. മാഗ്നറ്റിൻ്റെ ചരിത്രം അറിയാത്തവർ കുറവായിരിക്കും പൊതുവെ. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ ഹെൽപ്പായിരിക്കും. എന്താണ് ഈ മാഗ്നറ്റ്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സിമ്പിളി അറിയാൻ പറ്റും. അപ്പം പണ്ട് കാലത്ത് തന്നെ ഒരുപാട് പേര് ഈ ഗാന്ധം വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ ഒരു രസമായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നല്ല രീതിയിൽ ഗാന്ധിക ബലം പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ശരിക്ക്. ഇങ്ങനത്തെ ഓരോ എക്സ്പെരിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഗാന്ധിക ബലവും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഗാന്ധം എന്താണ്, അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം പുതിയ എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.